ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഋതുമോളുടെ സ്കൂളിലേക്ക് അക്ഷരയോടൊപ്പം പോകാൻ വേണ്ടി വിശാല് വീട്ടിലേക്ക് എത്താണ്. ആ സമയത്ത് ജയശങ്കർ പറയാണ്, നിന്നെ ആരാണ് ഇവിടേക്ക് വിളിച്ചത്? ശ്രുതിമോളെയും കൊണ്ട് അക്ഷര പോയി, നിന്റെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളല്ല പറയേണ്ടത്, അത് അക്ഷരയാണ് പറയേണ്ടത്. അക്ഷര പറയുന്നത് തന്നെയാണ് ഞാനും പറയുന്നത്, നിന്റെ ഒരു സഹായവും വേണ്ട, അവൾക്കൊരു ഭർത്താവുണ്ട്, അവൻ നോക്കിക്കോളും. ആ നിരഞ്ജൻ സാറ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടേക്ക് വന്നിട്ടുള്ളത്. അവനങ്ങനെ പലതും പറയും, പക്ഷേ അങ്കിൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിരഞ്ജൻ സാറ് അക്ഷരയുടെ ഭർത്താവാണ്. നിരഞ്ജൻ ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. അല്ലാതെ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല. എനിക്ക് എല്ലാവരെയും കഴിയുന്നത് പോലെ സഹായിക്കണം എന്നുള്ള മനസ്സാണുള്ളത്. ആ അമ്മയുടെയും മോൻ്റെയും മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ വിശാല് പറയണം, ഞങ്ങളുടെ മനസ്സിൽ ഒരു ദുരുദ്ദേശവും ഇല്ല അങ്കിൾ. നിരഞ്ജൻ സാറ് വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പിന്നെ നിരഞ്ജൻ സാറാണ് അക്ഷരയുടെ ഭർത്താവ്. നിരഞ്ജൻ സാറാണ് അക്ഷരയുടെ കാര്യങ്ങൾ, അക്ഷരയുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ജയശങ്കർ പറയണ, ഭർത്താവിൻ്റെ ഗുണമൊന്നും അധികമൊന്നും എന്നോട് പറയണ്ട, എന്നിട്ടാണല്ലോ അക്ഷരയുടെയും ശ്രുതിമോളുടെയും ഒപ്പം പോവാതിരുന്നത്. അത് പിന്നെ ഏട്ടൻ തന്നെ ആലോചിക്കണം. മോളെ മറ്റുള്ളവരുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുമ്പോൾ അയാൾ നല്ലവനാണോ ചീത്തവനാണോ എന്നുള്ളത് ഏട്ടനായിരുന്നു അന്വേഷിക്കേണ്ടിയിരുന്നത്. ഞാൻ അന്വേഷിച്ചിട്ട് തന്നെയാണ് എൻ്റെ മോളെ അവന് കല്യാണം കഴിച്ചു കൊടുത്തത്. ചക്കയൊന്നുമല്ലല്ലോ ചുഴുന്നു നോക്കാൻ. ഈ നിൽക്കുന്ന ഇവനൊക്കെ എന്നോട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്? ചിരിച്ചു കളിച്ച് സ്നേഹത്തോടു കൂടിയാണ് ഇവനൊക്കെ പെരുമാറിയിരുന്നത്. എന്നിട്ട് എന്നെ ഇവൻ ചതിച്ചിട്ട് പോയതല്ലേ. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. നീ വെളച്ചിലെടുത്താലേ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കറിയാം. അത് കേട്ടപ്പോൾ വിശാലിന് ദേഷ്യം പിടിക്കണം. എങ്കിൽ എന്താണെന്ന് വെച്ചാൽ അങ്കിളങ്ങ് കാണിക്കേ, എനിക്കൊന്ന് കാണണം. കേട്ടപ്പോൾ കാഞ്ചന പറയണേ, വിശാലെ മോനെ നീ പൊയ്ക്കോ, വെറുതെ വയസ്സിന് മൂത്തവരുമായിട്ട് വെറുതെ സംസാരം ഉണ്ടാക്കേണ്ട. വയസ്സിന് മൂത്തവരാണെങ്കിൽ നാവ് കൂടി ഒതുക്കി വെക്കണം. എൻ്റെ നാവിന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ വിളച്ചിലെടുത്താലേ എൻ്റെ അലമാരയിൽ സർജിക്കൽ നൈഫ് ഇരിക്കുന്നുണ്ട്, അത് വെച്ചൊരു വര വരഞ്ഞാലുണ്ടല്ലോ. അത് കേട്ടപ്പോൾ വിശാല് പറയണ, ആദ്യം ഊന്നുവടിയുടെ സഹായമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരെ കൊല്ലാനൊക്കെ നോക്ക്. കേട്ടപ്പോൾ കാഞ്ചന പറയണ, മോനെ നീ പോവാൻ നോക്ക്, വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. അതെയല്ല അമ്മേ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇവരുടെയൊന്നും മനസ്സ് ശരിയല്ല അമ്മേ, അതുകൊണ്ടാണ്. എടാ, എൻ്റെ മനസ്സ് ശരിയല്ല, പക്ഷേ നീ വിചാരിച്ചാലൊന്നും എൻ്റെ മനസ്സ് ശരിയാക്കാനും കഴിയില്ല. അത് കേട്ടപ്പോൾ കാഞ്ചന പറയണ, മോനെ നീ വെറുതെ പ്രശ്നമുണ്ടാക്കാതെ നീ നേരെ സ്കൂളിലേക്ക് പോവാൻ നോക്ക്, എന്നിട്ട് അക്ഷരയും ശ്രുതിമോളെയും കൊണ്ടുവാ. വിശാല് പോവുകയാണ്. പിന്നീട് നിരഞ്ജൻ മാലിനിയുമായിട്ട് അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ മാലിനിയെ കണ്ടപ്പോൾ പെട്ടെന്ന് അമ്മയുടെ മുഖം അങ്ങ് വാടിപ്പോവാണ് കേട്ടോ. എന്നെ ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? എനിക്ക് ഓർമ്മയുണ്ട്, നിരഞ്ജനൊപ്പം പഠിച്ച കുട്ടിയല്ലേ അതെ. അപ്പോൾ അമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ട്. ഞാൻ പഴയതൊന്നും അങ്ങനെ മറക്കില്ല. അപ്പം മാലിനി പറയണേ, ചിലതൊക്കെ മറന്നു അമ്മേ എന്ന് നിരഞ്ജൻ്റെ മുഖത്ത് നോക്കി പറയണം. അർത്ഥം അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവാൻ കേട്ടോ. എന്നിട്ട് മാലിനി പറയാം, അത് എനിക്ക് പിന്നെ തിരക്കായിരുന്നല്ലോ, അതുകൊണ്ട് ഈ നാടുമായിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ എനിക്ക് കൈമോശം വന്നു. അപ്പോഴും മറക്കാത്ത ഒരേ ഒരു മുഖം മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, നിരഞ്ജൻ്റെ മുഖം. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നിരഞ്ജനെ കാണുമെന്നോ സംസാരിക്കാൻ കഴിയുമെന്നോ എന്നൊന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ദൈവം എപ്പോഴും ഒന്നും ആഗ്രഹിച്ചതൊന്നും എനിക്ക് നടത്തി തന്നിട്ടില്ല. പക്ഷേ ഇത്തവണ ദൈവം എന്നെ കൈവിട്ടില്ല. എനിക്ക് നിരഞ്ജനെ കാണാനും കഴിഞ്ഞു, സംസാരിക്കാനും കഴിഞ്ഞു, ഇപ്പോൾ ദാ അമ്മയുടെ മുന്നിൽ ഇരിക്കാനും കഴിഞ്ഞു. അങ്ങനെ നാട്ടിലേക്ക് വന്നിട്ട് എത്രയായി എന്ന് നിരഞ്ജൻ്റെ അമ്മ ചോദിക്കുമ്പോൾ നിരഞ്ജനാണ് അതിനുള്ള മറുപടി പറയുന്നത്, 6 മാസമായി. ഞാൻ അതിനെ നിന്നോടല്ല ചോദിച്ചത്, ഞാൻ മാലിനിയോടാണ് ചോദിച്ചത്. മാലിനി പറയണ, ഞാൻ വന്നിട്ട് അമ്മേ 6 മാസമായിട്ടുള്ളൂ. ഞാൻ ഇതുവരെ ജോലിക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ജോലിക്ക് കയറിയിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 മാസങ്ങളേ ആവുന്നുള്ളൂ. പിന്നെ മാലിനിയുടെ കുടുംബം എന്ന് ഞാൻ തനിച്ചാണ്, ഞാൻ ഇപ്പോൾ തനിച്ചാണ് താമസിക്കുന്നത്. അതിലും ഒരു സുഖമുണ്ടല്ലോ. എനിക്ക് താമസിക്കുന്നത് സുഖമാണെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? എന്നെ ഇപ്പോൾ ആരും ചോദ്യം ചെയ്യാനുമില്ല, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുകയും ചെയ്യാം. അതിലും ഉണ്ടാകുമല്ലോ ഒരു സുഖം, എന്തിനും ഉണ്ടാകുമല്ലോ ഒരു സുഖവും ദുഃഖവും. അതാണ് അമ്മേ, ഞാനിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ എനിക്ക് സുഖം മാത്രമാണ് ഉള്ളത്. അത് കേട്ടപ്പോൾ, അല്ല മോളുടെ കുടുംബം ഭർത്താവും കുഞ്ഞുങ്ങളും? അതിനമ്മേ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ തനിച്ചാണ്. ഞാൻ ഒരേ ഒരാളെയാണ് സ്നേഹിച്ചിട്ടുള്ളൂ. ഒരു സ്ത്രീ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളെ സ്നേഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റു ചിലരിലും ആ ആളുണ്ടോ എന്ന് തിരഞ്ഞു നടക്കും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ നിരഞ്ജൻ്റെ അമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ നിരഞ്ജൻ്റെ അമ്മ, മോൾ ഇവിടെ ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് നിരഞ്ജൻ, നീയും എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞ് നിരഞ്ജനെയും മാറ്റി നിർത്തിയാണ് കേട്ടോ അമ്മ സംസാരിക്കുന്നത്. നിന്റെ ഉദ്ദേശം എന്താണ്? നീ എന്തിനാണിപ്പോൾ മാലിന്യമായിട്ട് വീണ്ടും കൂട്ടുകൂടുന്നത്? എന്തിനാണിപ്പോൾ മാലിന്യെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അതെന്താ അമ്മ എന്നെ സംശയത്തോടു കൂടി പറയുന്നത്? മാത്രമല്ല, നിന്നെ സംശയിക്കുന്നത് അക്ഷരയും ജയശങ്കർ സാറും എല്ലാവരും നിന്നെ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് മാലിന്യമൊത്ത് ഇനി നീ മേലിൽ ഇവിടേക്ക് വരരുത്. കാരണം നീ ഒരിക്കലും നിന്റെ ഭാര്യയും കുഞ്ഞിനെയും വിഷമിപ്പിക്കാനുള്ള ഒരു കാര്യവും നീ ചെയ്യരുത്. അക്ഷരയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നീ ചെയ്യാൻ പാടില്ല. അതാണ് നീ ചെയ്യേണ്ടത്. ശരിക്കും ഒരു ഭർത്താവ് ഒരു ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ
കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അതല്ലേ ഒരു ഭർത്താവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നീ ഇനി മേലിൽ മാലിനിയുമൊത്ത് ഇവിടേക്ക് വരാൻ പാടില്ല. എന്തിൻ്റെ പേരിലാണെങ്കിലും നീ മാലിനിയുടെ നല്ലൊരു സുഹൃത്താണ് എന്നുള്ളത് പറഞ്ഞു കേൾക്കാനല്ല എനിക്ക് ഇഷ്ടമുള്ളത്. അക്ഷരയുടെ നല്ലൊരു ഭർത്താവാണ് എന്ന് പറഞ്ഞു കേൾക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അക്ഷര ഇല്ലാതെ ഇനി മാലിനിയുമൊത്ത് ഇവിടേക്ക് നീ ഒരിക്കലും അവളുമായിട്ട് വരരുത്. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് അമ്മ ദേഷ്യം പിടിച്ചങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഒട്ടും തന്നെ മാലിനിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇഷ്ടമില്ല എന്നുള്ളത് നിരഞ്ജന് മനസ്സിലാവാണ്. അങ്ങനെ നിരഞ്ജൻ മാലിനിയോട് പറയണേ, എൻ്റെ ക്ലിനിക്ക് ഇവിടെ തൊട്ടടുത്താണ്, നമുക്ക് ക്ലിനിക്കിലേക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞ് മാലിനിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ കുടിക്കാൻ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ക്ലിനിക്ക് ഒന്ന് പോയി കണ്ടുവരാം എന്ന് പറഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അല്ല അമ്മ എന്തിനാണ് തനിച്ച് നിരഞ്ജനെ കൊണ്ടുപോയത്? അമ്മ എന്നെക്കുറിച്ച് പറയാൻ? അല്ല നിന്നെക്കുറിച്ചൊന്നും പറയാനല്ല. എനിക്കറിയാം, ഞാൻ കുറച്ചു കാലം ഞാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് നുണ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ല നുണയല്ല പറയുന്നത്. അതൊക്കെ പോട്ടെ, നിരഞ്ജൻ്റെ പഴയ തറവാടുണ്ടായിരുന്നില്ലേ, അവിടെ നമ്മൾ രണ്ടുപേരും കണക്ക് കൂട്ടിയിരുന്നത് അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ടാക്കണം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഡോക്ടറായിട്ട് അവിടെ ജോലി ചെയ്യണം എന്നൊക്കെയല്ലേ. എന്തായി? അതൊന്നും ഇപ്പോൾ ഇല്ല. അതൊക്കെ കൈമോശം വന്നു പോയി. അതെന്താ? അതിൻ്റെ ഒരു അവകാശം മറ്റൊരാൾക്ക് വിറ്റു. അതിനെന്താ? അത് നമുക്ക് തിരിച്ചു പിടിക്കാലോ. എല്ലാം അറിയുന്ന മാലിനി തന്നെ ഇതെല്ലാം പറയണം. എന്താ നിരഞ്ജ ഈ പറയുന്നത്? എത്ര പേർ മരണത്തിൻ്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. രോഗിക്ക് ആദ്യം വേണ്ട കഴിവ് എന്താണെന്നോ? ആത്മവിശ്വാസം വേണം. ഞാൻ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം വേണം. എങ്കിൽ മാത്രമാണ് എല്ലാം ശരിയാവും. മാലിനി, എനിക്കിപ്പോൾ ആ വിശ്വാസം ഒന്നും ഇല്ല. ജീവിതത്തിലേക്ക് വന്ന ആയി, ഇല്ലെങ്കിൽ ഇല്ല. അത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത്. നിരഞ്ജൻ അങ്ങനെയൊന്നും ചിന്തിക്കരുത് നിരഞ്ജ. അപ്പോൾ അല്ല, എന്നോടൊപ്പം പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ എൻ്റെ ക്ലിനിക്കിൽ ഇങ്ങ് ജോലി ചെയ്താൽ മതി. ഇല്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. ഹാഫ് ടൈമായി ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നല്ലെങ്കിൽ ഫുൾ ടൈം, അതാണ് എനിക്ക് താല്പര്യം. അല്ല, എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് മാലിനിക്ക് ശരിക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും എനിക്ക് ക്ലിനിക്ക് ഒന്ന് കാണണം. വാ നിരഞ്ജ, നമുക്ക് ക്ലിനിക്കിലേക്ക് പോവാം എന്ന് പറഞ്ഞ് രണ്ടുപേരും പോവാണ്. പിന്നീട് തങ്കച്ചി ശരത്തിനെ വിളിച്ച് നിരഞ്ജനും മാലിനിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് പറയാണ്. അത് കേട്ട ശരത്ത് പറയണേ, അതിനുള്ള സാധ്യതയില്ല. രണ്ടുപേരും ഡോക്ടറല്ലേ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. അങ്ങനെ തന്നെയാണ് എനിക്കും ആദ്യം തോന്നിയത്. പക്ഷേ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അവർ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ് പോലെയല്ല എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ നല്ലൊരു മാലപ്പടക്കത്തിനുള്ള ഒരു വകുപ്പുണ്ട്. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശരത്ത് അവരുടെ കുടുംബം നികത്താൻ കഴിയും. ശരത്ത് ആദ്യം ഈ ഫോട്ടോ ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് തങ്കച്ചിയുടെ കയ്യിലുള്ള ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്ട്. അത് കണ്ടപ്പോൾ ശരത്തിന് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അപ്പോൾ ശരത്ത് പറയണേ, ഇത് വെച്ച് ഞാനൊരു കളി കളിക്കുക തന്നെ ചെയ്യും. 3 പേരുടെയും കുടുംബം നീറിപ്പോകുന്നത് ഞാൻ കാണിച്ചു തരാം. സിദ്ധുവിൻ്റെ കുടുംബവും നിരഞ്ജൻ്റെ കുടുംബവും അത് കഴിഞ്ഞ് ദേവികയും എല്ലാവരും നീറിപ്പോകുന്നത് ഞാൻ കാണിച്ചു തരാം തങ്കച്ചി എന്ന് പറഞ്ഞ് ശരത്ത് അടുത്ത പ്ലാൻ ഒരുക്കുകയാണ് കേട്ടോ. ഈ സമയം ചന്ദ്ര ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ ശേഷം പെട്ടെന്ന് കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എന്നിട്ട് പ്രേമയോട് പറയണേ, ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട് പ്രേമേച്ചി, എന്നാൽ ഞാൻ പോവട്ടെ എന്ന് പറയുമ്പോൾ നീ പോയിക്കോ. കേട്ടപ്പോൾ ചന്ദ്ര കതക് തുറക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കതക് തുറക്കാൻ പറ്റുന്നില്ല. ഇതെന്താ തുറക്കാൻ പറ്റാത്തത്? അത് പിന്നെ എങ്ങനെ തുറക്കാൻ പറ്റും? ഞാൻ ആ ഡോറ് ചാവി ഇട്ട് പൂട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ചാവി എവിടെ? ചാവി ഞാൻ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു. നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത്? നാശം. അത് പിന്നെ കള്ളന്മാർ കയറിയില്ലേ? ഡോറ് പൂട്ടിയില്ല എന്നുണ്ടെങ്കിലേ കള്ളന്മാർ അകത്ത് കയറി എൻ്റെ തലയുടെ ബാക്കിൽ അടിച്ച് എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോഴത്തേക്കും വരികയാണ്, എന്താണ് ഇവിടെ പ്രശ്നം? അത് പിന്നെ നിങ്ങളുടെ മോള് കണ്ടില്ലേ, ഈ ഡോറ് ചാവിട്ട് പൂട്ടിയിരിക്കുന്നു, എന്നിട്ട് ആ ചാവി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതിനെന്താ നീ ബാക്ക് വഴി പോയിക്കോ. അപ്പോൾ പ്രേമ പറയണേ, ബാക്കിലും ഞാൻ പൂട്ടിയച്ചാ, എന്നിട്ട് ചാവി ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ചന്ദ്രപനെ കണ്ടില്ലേ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവൾക്ക് തലയ്ക്ക് ഭ്രാന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇവരെ നല്ലൊരു ഡോക്ടറെ കാണിക്കുകയെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചന്ദ്ര അച്ഛനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ പ്രേമ പറയണേ, നീ എന്തിനാണ് ഈ പാവം മനുഷ്യനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാനല്ലേ പൂട്ടിയതും ചാവി പുറത്തേക്ക് എറിഞ്ഞതും. അപ്പോൾ എന്നോടല്ലേ നീ സംസാരിക്കേണ്ടത്? ഇനി നീ അച്ഛനോട് എങ്ങാനും മോശമായി സംസാരിച്ചാലുണ്ടല്ലോ നല്ലോണം കിട്ടും എൻ്റെ കയ്യിൽ നിന്നും. വെറുതെ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട. അച്ഛനോട് നീ തട്ടിക്കേറിയാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ തട്ടിക്കേറും? ഇങ്ങേരടക്കം കാരണമല്ലേ എനിക്ക് കോടതിയിലേക്ക് പോവാൻ കഴിയാതിരുന്നത്. ഇങ്ങനെ മക്കളുണ്ടാക്കിയാൽ മാത്രം പോരാ, മക്കൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് കൂടി ഉണ്ടാക്കാതെ നിങ്ങൾ നോക്കണമായിരുന്നു എന്ന് പറഞ്ഞതോടെ ചന്ദ്രയ്ക്ക് വീണ്ടും അങ്ങ് കിട്ടുകയാണ് കേട്ടോ. പ്രേമയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുകയാണ്. എന്താടി നീ പറഞ്ഞത്? നീ അച്ഛനോട് ധിക്കരിച്ച് സംസാരിക്കുന്നു. നിന്നോടല്ലടി പറഞ്ഞത് അച്ഛനോട് വെറുതെ തട്ടിക്കേറരുത് എന്ന്. ചന്ദ്രയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുടിക്ക് കുത്തിപ്പിടിച്ച ശേഷം അങ്ങോട്ട് വട്ടം ചുറ്റിക്കുകയാണ്. എന്നിട്ട് സോഫയിലേക്ക് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് സോഫയിലിട്ടിട്ടും പ്രേമ നന്നായിട്ട് തന്നെ ചന്ദ്രയെ അടിക്കുന്നുണ്ട്, കഴുത്ത് പിടിച്ച് ഞെരുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അച്ഛനും തടയുന്നുണ്ട്. വേണ്ട മോളെ, ഇനിയൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുമ്പോൾ അച്ഛനൊന്ന് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ചന്ദ്രയ്ക്ക് കണക്കിന് കിട്ടുന്നുണ്ട് പ്രേമയുടെ കയ്യിൽ നിന്നും. അങ്ങനെ പ്രേമയെ ഒരു തള്ളു വെച്ച് ചന്ദ്ര ഓടി രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോൾ വീണ്ടും ചന്ദ്രയുടെ
കൈ പിടിച്ച് വലിച്ചുകൊണ്ട് സോഫയിലേക്ക് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും എന്താടി നീ പറഞ്ഞത്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി മേലിൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നന്നായിട്ട് തന്നെ കൊടുക്കുന്നത്. അവസാനം ചന്ദ്ര വീണ്ടും പ്രേമയെ തള്ളിയിട്ട ശേഷം സോഫയിലേക്ക് അങ്ങ് തള്ളിയിട്ട ശേഷം അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് പറയാം, ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് മുഴുത്ത ഭ്രാന്താണെന്നുള്ളത്, ഇവരെ കൊണ്ടുപോയി റൂമിൽ പൂട്ടിയിടുക, അല്ലാതെ മറ്റുള്ളവരെ വെട്ടുകത്തി എടുത്ത് കൊല്ലാനും ഇവർ മടിക്കില്ല എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ വീണ്ടും ചന്ദ്രയുടെ അടുത്തേക്ക് എടി എന്ന് പറഞ്ഞ് പ്രേമ അങ്ങ് ചെല്ലുമ്പോൾ ഓടിപ്പോവുകയാണ് റൂമിലേക്ക്. എന്നിട്ട് ചന്ദ്ര വേദന സഹിക്കാതെ പൊട്ടി കരയുകയാണ് കേട്ടോ. എന്നിട്ട് സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് അപ്പം തന്നെ ഞാനും നിങ്ങളോടൊപ്പം വരാം എന്നുള്ളത്, അതിനിപ്പോൾ എന്തുണ്ടായി, നിങ്ങളുടെ ചേച്ചിക്ക് ഭ്രാന്താണ്, കൂട്ടിയിട്ടേ ചാവി പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നു, ഇനി ഞാൻ എങ്ങനെയാണ് കോടതിയിലേക്ക് വരിക, പോരാഞ്ഞിട്ട് എന്നെ ചേച്ചി ഒരുപാട് അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ സിദ്ധു പറയണ, അതിന് നിനക്കൊരു തല്ലിൻ്റെ കുറവ് നന്നായിട്ടുണ്ട്, അല്ല ഞാനിപ്പോൾ ഇനി എന്താണവ വേണ്ടത്, നീ ഇപ്പോൾ എന്നെ വിളിച്ച് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താ, എൻ്റെ മനസ്സ് ഡിസ്റ്റർബ് ചെയ്യാനാണോ, കേസ് ഇപ്പോൾ കൂടും, എന്താണ് ഞാൻ വേണ്ടത്, നീ പറഞ്ഞ പോലെ കേസ് വാദിക്കണോ അതോ വീട്ടിലേക്ക് തിരിച്ചു വരണോ, അത് പിന്നെ സിദ്ധുവേട്ടൻ കേസ് വാദിച്ചാൽ മതി, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിച്ച് ഓരോന്ന് പറയുന്നത്, ഇനി മേലിൽ എന്നെ വിളിച്ച് ശല്യപ്പെടുത്താൻ നിൽക്കരുത്, അത് പിന്നെ സിദ്ധുവേട്ടൻ ഞാൻ പിന്നെ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുക, അതൊന്നും എനിക്കറിയണ്ട, നീ ഒന്നല്ലെങ്കിൽ ഓട് പൊളിച്ച് പുറത്തേക്ക് ചാടിക്കോ, അല്ലെങ്കിൽ ചുമര് പൊളിച്ച് പുറത്തേക്ക് ചാടിക്കോ, അല്ലെങ്കിൽ അവിടെ കിടന്നങ്ങ് ചാവാൻ നോക്കുക എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ടാക്കുക കേട്ടോ. അതോടുകൂടി ചന്ദ്ര വിഷമിക്കുകയാണ്, ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ കോടതിയിലേക്ക് പോകും എന്നുള്ള വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.